ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ്. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പം കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പെർമനൻറ്റ് വേക്കൻസി ആയിട്ട് വിളിച്ചിരിക്കുന്നത്. അഡ്വർടൈസ് നമ്പർ കാണാം 3/2026. ഇതിലേക്ക് അത്യാവശ്യം പേ സ്കെയിലും അത്യാവശ്യം നല്ല സ്കെയിലുണ്ട്. 60,000 നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. അത് കൂടാതെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്തരം ജോബ് അപ്ഡേഷനൊക്കെ ഡെയിലി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ചാനലിലേക്ക് റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഉണ്ട്, മെമ്പർഷിപ്പ് എടുത്തവർക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ ചാനലിൽ ജോബ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. കോൾ ഇന്ത്യ ലിമിറ്റഡും കൂടെ കാണാൻ പറ്റും. അപ്പോൾ അഡ്വർടൈസ് നമ്പർ ഇവിടെ കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു മഹാരത്ന കാറ്റഗറിയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനമാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോളിന് കീഴിലാണ് ഈ പറയുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിൽ വിളിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന E1 ഗ്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 12/5. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് 9/5 കേട്ടോ. ഓക്കെ, അപ്പോൾ 12/5 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 11 വരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 600 മുകളിൽ വേക്കൻസി ഉണ്ട് കേട്ടോ നിലവിൽ. അപ്പോൾ ഒക്കെ ഇതിനും ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഫസ്റ്റ് കോളത്തിൽ, സെക്കൻഡ് കോളം നിങ്ങൾക്ക് ഇവിടെ കാണാം. നെയിം ഓഫ് ഡിസിപ്ലിൻ ആണ്. തേർഡ് മിനിമം ക്വാളിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 11 ആണെങ്കിൽ സിവിലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. എന്നാൽ SC/ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മതി കേട്ടോ. 5% റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ സിവിൽ അതുപോലെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർ ഡിസിപ്ലിൻ അല്ലാതെ അതിൻ്റെ മറ്റു അലൈഡ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലിസ്റ്റും പാടെ അതിൻ്റെ താഴെ ഞാൻ കാണിക്കാം. നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകണ്ട. പോസ്റ്റ് കോഡ് 12 നിങ്ങൾക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് 60% മാർക്കോട് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 60% മാർക്കോടുകൂടി പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അവസാന വർഷം പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിസ്റ്റമാണ്. ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് ഈ ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യോഗ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ആണ്. അത് BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ IT-ലോ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയും വിത്ത് MCA കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഗ്രാജുവേഷനും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ MCA ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി വിത്ത് MCA എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ENT ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 60% മാർക്കോടുകൂടി ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് പാസ്സായിരിക്കും. ഏതാ ഡിസിപ്ലിൻ എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയും. ജിയോളജിയാണ് അടുത്ത ഡിസിപ്ലിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ജിയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് MSc ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MTech ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ജിയോ ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അപ്ലൈഡ് ജിയോ ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% ആണ് ഇതിൻ്റെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട യോഗ്യത എന്ന് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ, മിനിമം. ഇനി ഇത് SC/ST ഒക്കെ ആണെങ്കിൽ PWBD ആണെങ്കിൽ അവർക്ക് 5% റിലാക്സേഷൻ ഉണ്ടാകും. 55 മതി കേട്ടോ. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട 60% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്ത രാജ്ഭാഷ ഹിന്ദിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MA പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അത് MA നിങ്ങൾ ഹിന്ദി പഠിച്ചിരിക്കണം കേട്ടോ. ഹിന്ദി പ്രധാന സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് MA കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. അതോടൊപ്പം നിങ്ങളുടെ ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് നിങ്ങൾ എന്താണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഡിഗ്രിയിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം മിനിമം. ഇനി അടുത്ത കമ്പനി സെക്രട്ടറി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ വിത്ത് അസോസിയേറ്റ് അല്ലെങ്കിൽ ഫെലോ മെമ്പർഷിപ്പ് ഓഫ് ICSI ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, കമ്പനി സെക്രട്ടറി ആവാനുള്ള. ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഗ്രി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ.
ഓക്കെ. ഇനി ഇതിൻ്റെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഡിസിപ്ലിൻ ഇവിടെ കാണാം. ഇപ്പോൾ സിവിലിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ സിവിലുമായി ബന്ധപ്പെട്ടുള്ള എനി കോമ്പിനേഷനിൽ നിങ്ങൾ മെയിൻ ഡിസിപ്ലിൻ സിവിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റേതെങ്കിലും കോമ്പിനേഷൻ ലെവലിൽ പഠിച്ചവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ കണ്ടീഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഡിഗ്രിയുടെ പേര് നമുക്ക് അതിൽ മെൻഷൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിലൊന്നെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സിവിലോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗോ എന്ന് വെച്ചിട്ട് തുടങ്ങണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കോമ്പിനേഷനിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് സിവിൽ നിങ്ങളുടെ കോഴ്സ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സിവിൽ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടോ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അതിൻ്റെ കോർ ഡിസിപ്ലിനിൽ സിവിൽ എഞ്ചിനീയറിംഗ് BA or BTech അല്ലെങ്കിൽ ബേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ കോമ്പിനേഷനിൽ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ടോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഡിഗ്രിയുടെ പേര്. മെക്കാനിക്കൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൈനിങ് മെഷീനറി ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതിൻ്റെ കോമ്പിനേഷനിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ വാചകം ഉണ്ടോ നോക്കിയാൽ മതി, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ആ രീതിയിൽ. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കണ്ടോ, വിവിധ ഡിസിപ്ലിനിൽ ഞാൻ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കൂടെ കാണാൻ പറ്റും. ഇത് ഡിസിപ്ലിൻ ഉണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ സെം ഒരു ഫൈനൽ ഇയറിലൊക്കെ 2025-26 അക്കാദമിക് ഇയർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 31/8/2026 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഉറപ്പ് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ല നമുക്ക് 2026 31/8 കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരികയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. 31/8 ഉള്ളിൽ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ 60% മിനിമം മാർക്ക് വേണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ലാസ്റ്റ് സെം വരെ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ വരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, ഇപ്പം ഇതുവരെ കിട്ടിയില്ലേ ഇത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയ വെച്ചാൽ അതുവരെയുള്ള സെമ്മിൻ്റെ ടോട്ടൽ മാർക്ക് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മിനിമം 60 ഉണ്ടായിരിക്കും. SC ആണെങ്കിൽ 55% മാർക്ക് അതുവരെ ഉള്ളതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 60% മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ സിവിലിൽ നമുക്ക് എത്ര 174 വേക്കൻസി ഉണ്ട്. അതിൽ തന്നെ ബാക്ക്ലോഗ് വേക്കൻസി ആണിട്ട് മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാവാത്ത വേക്കൻസികൾ STക്ക് OBCക്ക് രണ്ട് വേക്കൻസികൾ വേറെ ഉണ്ട്. അങ്ങനെ 178 വേക്കൻസിയാണ്. പിന്നെ PWBDയിൽ ആദ്യമൊക്കെ സ്യൂട്ടബിൾ ആണെന്നുള്ളത് ആ കാറ്റഗറിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാറ്റഗറി ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് റിസർവേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇവിടെ നോക്കാം ലിസ്റ്റ് കാര്യങ്ങൾ. ഇപ്പോൾ അടുത്തത് ഇലക്ട്രിക്കലാണ് 221, ദെൻ മെക്കാനിക്കൽ 145, സിസ്റ്റം 43, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 38, ജിയോളജിയിൽ 16, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ 11, രാജ്ഭാഷ 5 വേക്കൻസി, പിന്നെ കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് 4 വേക്കൻസി. അങ്ങനെ 660 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി ഇതിലേക്ക് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 55% മാർക്ക് മതി, 60% വേണ്ട. സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എവിടെയാണെന്ന് അവർ എന്ത് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടില്ല. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റർ നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷന് ഒരു സ്കീം കൂടെ പറയുന്നുണ്ട്. 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള എക്സാമാണ്. 2 പേപ്പർ ഉണ്ടായിരിക്കും. ഒരു പേപ്പറിൽ 100 മാർക്കാണ് വരിക. 100 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, അതുപോലെ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പേപ്പർ സെക്കൻഡിൽ വരുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ഏതാണോ നിങ്ങളുടെ ഡിസിപ്ലിൻ, മെക്കാനിക്കൽ റിലേറ്റഡ്, ഇലക്ട്രിക്കൽ ജിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഒന്ന് ശരിയായാലും ഒരു മാർക്ക് ലഭിക്കും, തെറ്റായാലും നിങ്ങൾക്ക് റോങ് മാർക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ. റോങ് ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തിയാലും പേടിക്കാനില്ല, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല എന്നാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് പറയുന്നത്. അപ്പോൾ അതൊരു ആശ്വാസമാണ്. ഓക്കെ. പിന്നെ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. GST അടക്കം ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ 1180 രൂപ ഫീ അടയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു തുക ഫീ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത് അപേക്ഷ നൽകാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താണ് കോമ്പറ്റീഷൻ കുറയുക എന്നുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. വെറുതെ നമ്മൾ പോയിട്ട് എഴുതിയിട്ടൊന്നും കാര്യമില്ല.
നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വേണം. ഓൾ ഇന്ത്യ ലെവലിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും അപേക്ഷകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പബ്ലിക് സെക്ടറുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ SC ST കാൻഡിഡേറ്റ്സിന് ഈ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWBD കാൻഡിഡേറ്റ്സിനും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അവർക്കൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട. പിന്നെ ഓൾ ഇന്ത്യ ലിമിറ്റഡുള്ള അതിൻ്റെ സബ്സിഡറി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അങ്ങനെയുള്ളവർക്കൊന്നും ഫീ ഇല്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഏപ്രിൽ 2026 കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സ് NCL ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ PWBD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്കുണ്ട്. എക്സ് സർവീസ്മാൻ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഇറക്കിയ OBC NCL സർട്ടിഫിക്കറ്റ് വേണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അത് ഇഷ്യൂ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 1/4/2026 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ എടുത്ത പുതിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. 1/4/2026 മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. അതുപോലെ SC ST ആണെങ്കിലും EWS ആണെങ്കിലും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഇറക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. മറ്റു ഡീറ്റെയിൽസിൽ വരുന്നത് നമുക്കിതിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ഗ്രേഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈവൻ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ 60,000 മുതൽ 1,80,000 സ്കെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് പേ ആണ് നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. നമുക്ക് 1 ഇയർ ട്രെയിനിങ്, അതുപോലെ അതിൻ്റെ പ്രൊബേഷൻ പീരീഡാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് 60,000 പെർ മന്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ബേസിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു 60,000 രൂപയാണ് മന്ത്ലി ലഭിക്കുക. സക്സസ്ഫുള്ളി നിങ്ങൾ 1 ഇയർ ട്രെയിനിങ് പ്രൊബേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 ഇയർ ഡ്യൂറേഷനുള്ള ട്രെയിനിങ് അതുപോലെ പ്രൊബേഷൻ പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ഗ്രേഡിലേക്ക് തന്നെ നമ്മൾ അതായത് ഓഫീസർ എന്ന് പറയുന്ന അതായത് മാനേജ്മെൻറ്റ് ട്രെയിനി എന്നുള്ള പോസ്റ്റിൽ നിന്നും ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുകയും ആ 60,000 ടു നമുക്ക് പറയുന്ന 1,80,000 ഉള്ള സ്കെയിലിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങും. പിന്നെ ഒട്ടനവധി അലവൻസ് നമ്മുടെ സാലറിക്ക് പുറമെ നമുക്ക് കിട്ടും. DHR അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലീവ്, മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ പെർഫോമൻസ് റിലേറ്റഡ് ഉള്ള പേ തുടങ്ങിയിട്ടുള്ള ഗ്രാറ്റുവിറ്റി, അതുപോലെ അങ്ങനെ കുറേ പെൻഷൻ സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ്. 3 ആഴ്ചയുടെ ഉള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതുപോലെ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മൾ PDF ആക്കിയിട്ട് മറ്റു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇനിയിവിടെ പറയാൻ പോകുന്ന സർട്ടിഫിക്കറ്റൊക്കെ PDF ആക്കിയിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം വേണം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം. പിന്നെ എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററും നിങ്ങൾ ഫൈനലിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ മാർക്ക് ഷീറ്റ് ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ റിസൾട്ടൊക്കെ വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ എല്ലാ സെമസ്റ്ററിലും അപ്ലോഡ് ചെയ്യണം. ഇനി ഫൈനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, ഓക്കെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഫൈനൽ സർട്ടിഫിക്കറ്റ് ഫൈനൽ ഇതാക്കുക. ഇനി പ്രൊഫഷണൽ മാത്രമുള്ളെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ CGPA ഒക്കെ ആണ്, ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒക്കെ ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ഉണ്ടാവുമല്ലോ, ഈ മാർക്ക് ഷീറ്റിൽ നമുക്ക് വെറും CGPA അതായത് 6.5 എന്നോ അല്ലെങ്കിൽ 8.5 എന്നുള്ള നമ്പർ 10ന് താഴെ നമ്പറാണ് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ എന്തുണ്ടായിരിക്കും, CGPA ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പിറകോശിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് CGPA പെർസെൻറ്റേജ് ആക്കി മാറ്റാമെന്ന്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടതില്ല. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അതല്ല അങ്ങനെ യാതൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് CGPA ഗ്രേഡ് മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് കൺസോൾട്ടേറ്റഡ് ഫൈനൽ മാർക്ക് ഷീറ്റിലാണ് ഉണ്ടാവട്ടെ ഡീറ്റെയിൽസ്. അപ്പോൾ അതെല്ലാം നമുക്ക് വെറും ഗ്രേഡ് പോയിന്റ് മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ അന്വേഷിച്ച് എങ്ങനെയാണ് നമ്മുടെ ഗ്രേഡ് പോയിന്റിനെ പെർസെൻറ്റേജ് ആക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു സർട്ടിഫൈ ചെയ്ത് വാങ്ങേണ്ടതുണ്ട്. പിന്നെ OBC SC ST അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം അപേക്ഷകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ഓൾ ഇന്ത്യ
മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിലവിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോം ഇതാ 12, അതായത് മെയ് 12-നാണ് ഓപ്പൺ ആകുക. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്യാറ് എന്നുള്ളടത്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, അത് ആഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് ഇത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താലും മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു.